ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ കുന്നത്തൂർ താലൂക്കിൽ ഭാഗികം. താലൂക്ക് ഓഫീസ് ഉൾപ്പെടെ തുറന്നു പ്രവർത്തിച്ചെങ്കിലും ഹർത്താൽ അനുകൂലികൾ അടപ്പിച്ചു. ഹർത്താൽ പൊതുവെ സമാധാനപരമായിരുന്നു. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിവിധ ദളിത് സംഘടനകൾ പ്രഖ്യാപിച്ച ഹർത്താൽ കുന്നത്തൂരിൽ സമാധാനപരം. മിക്ക വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിച്ചില്ല. എന്നാൽ ഉച്ചയോടെ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു. സർക്കാർ ഓഫീസുകൾ രാവിലെ തുറന്നെങ്കിലും സമരാനുകൂലികളെത്തി അടപ്പിച്ചു. താലൂക്ക് ഓഫീസിൽ നേരിയ വാക്കേറ്റവും ഉണ്ടായി. സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. എന്നാൽ KSRTCയെ സമരം ബാധിച്ചില്ല. നിതിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ശാസ്താംകോട്ടയിൽ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. വിവിധ സംഘടനാ നേതാക്കൾ പ്രകടനത്തിന് നേതൃത്വം നൽകി. കേരളത്തിലെ 58 പട്ടികജാതി ആദിവാസി സംഘടനകൾ നടത്തിയ ഈ ഹർത്താല് ഇതുവരെ വൻ വിജയമായി കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ നാട്ടിലെ ആപാലവൃത്ത ജനങ്ങളും വകുപ്പുകളും വ്യാപാരി വ്യവസായികളും ടാക്സി ഡ്രൈവേഴ്സുമാരെല്ലാവരും ഈ ഹർത്താലിൻ്റെ ഗൗരവം മാനിച്ചുകൊണ്ട് ഇതിന് സഹകരിക്കുന്നതുകൊണ്ട് ഈ ഹർത്താൽ വൻ വിജയമാണ്. ഞങ്ങൾക്ക് ഒരു മേഖലയിലും നടന്നാമക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എല്ലാവരും സഹകരിക്കുന്ന ബാങ്കുകളും സ്ഥാപനങ്ങളെല്ലാം അടച്ചുകൊണ്ട് ഹർത്താലിന് അനുകൂലമായ സ്ഥിതിയിലേക്ക് പോകുന്നത് വൻ വിജയമാണ്. ഈ വിജയം കണ്ടുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ നിതിൻ രാജിനെ കൊലപ്പെടുത്തിയ കൊലയാളികളെ അറസ്റ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷം ഇതിൽ രൂക്ഷമായിട്ടുള്ള സമരപരിപാടികൾ കേരളത്തിൽ ആവിഷ്കരിക്കുമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത്. സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി പോലീസ് സംവിധാനം ശക്തമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.